നിങ്ങളുടെ ഫോണിൽ ഇന്റർനെറ്റ് വേഗത കുറയുന്നത് ഒരു തലവേദനയായി തോന്നാറുണ്ടോ? എന്നാൽ ഈ ഒരു വീഡിയോ ഉറപ്പായും നിങ്ങൾക്കുള്ളതാണ്. ഇന്റർനെറ്റ് സ്പീഡ് കൂട്ടാൻ വേണ്ടി അടിപൊളി കുറച്ച് സെറ്റിംഗ്സ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ വീഡിയോ മുഴുവനും കണ്ടിട്ട് ഈ സെറ്റിംഗ്സുകളെല്ലാം നിങ്ങളുടെ ഫോണിലൊന്ന് സെറ്റ് ചെയ്തു പരീക്ഷിച്ച് നോക്കാം. ഉറപ്പായും നല്ലൊരു മാറ്റം ഉണ്ടാകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആൻഡ്രോയിഡ് ഫോണുകളിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ബ്രൗസറുകളിലും ആപ്പുകളിലും അനാവശ്യമായി കാണുന്ന എല്ലാ ക്യാഷ് ഫയലുകൾ ക്ലിയർ ചെയ്യുക. ഇത് കൂടുന്നതനുസരിച്ചു ഇന്റർനെറ്റ് വേഗത കുറയാൻ കാരണമാകുന്നതാണ്. അപ്പോൾ അതിനായി ഫോണിലെ സെറ്റിംഗ്സ് തുറക്കുക, ആപ്സ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മാനേജർ എന്നതിൽ പോവുക, ക്യാഷ് ക്ലിയർ ചെയ്യേണ്ട ആപ്പ് തിരഞ്ഞെടുക്കുക, ശേഷം സ്റ്റോറേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിയർ ക്യാഷ് എന്ന ബട്ടൺ അമർത്തുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്ലിയർ ഡേറ്റ അല്ലെങ്കിൽ ക്ലിയർ സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ കൂടി അവിടെ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ ആ ആപ്പിലെ നിങ്ങളുടെ ലോഗിൻ വിവരങ്ങളും മറ്റും നഷ്ടപ്പെടും. അതിനാൽ ക്ലിയർ ക്യാഷ് മാത്രം കൊടുക്കുക. ഇത് ഇടയ്ക്കിടെ ഇങ്ങനെ ക്ലിയർ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഉപയോഗിക്കാത്ത ആപ്പുകൾ ബാക്ക്ഗ്രൗണ്ടിൽ ഓപ്പൺ ആയി കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായും ക്ലോസ് ചെയ്യുക. അത് ബാക്ക്ഗ്രൗണ്ടിൽ ഓപ്പൺ ആയി കിടക്കുമ്പോൾ കുറച്ചെങ്കിലും ഡാറ്റ വലിച്ചെടുക്കുന്നുണ്ടാകാം. അതുവഴി നെറ്റ് കണക്ഷന് വേഗത കുറയുന്നതായി അനുഭവപ്പെട്ടേക്കാം. സോ ഇത് എപ്പോഴും നിങ്ങൾ ക്ലോസ് ചെയ്യാൻ മറക്കരുത്. അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാം. ഫോണിലെ റീസെന്റ് ആപ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ക്ലോസ് ചിഹ്നം കാണാം. അത് ക്ലിക്ക് ചെയ്താൽ ബാക്ക്ഗ്രൗണ്ടിൽ ഓപ്പൺ ആയി കിടക്കുന്ന എല്ലാ ആപ്പുകളും പൂർണ്ണമായും എക്സിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത മറ്റൊരു സെറ്റിംഗ്സ് ഓട്ടോമാറ്റിക് അപ്ഡേറ്റുകൾ ഡിസേബിൾ ചെയ്യുക എന്നതാണ്. പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ ആപ്പുകൾ തനിയെ അപ്ഡേറ്റ് ആകുന്നതും ഇന്റർനെറ്റ് സ്പീഡ് കുറയാൻ കാരണമാണ്. അത് ഡിസേബിൾ ആക്കി വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിനായി നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ശേഷം മുകളിൽ വലതുവശത്തായി കാണുന്ന നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഓപ്പൺ ആയി വരുന്ന പേജിൽ നിന്ന് സെറ്റിംഗ്സ് എന്നത് സെലക്ട് ചെയ്യുക. അവിടെ നെറ്റ്വർക്ക് പ്രിഫറൻസസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ കുറച്ച് ഓപ്ഷനുകൾ വരും. ഇതിൽ കാണുന്ന ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്നതിൽ ടോപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ഓപ്ഷനുകൾ കാണാം. അതിൽ ഡോണ്ട് ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്നത് സെലക്ട് ചെയ്ത് ഡൺ നൽകുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ആപ്പുകൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാം. ഓക്കെ, ഇനി അടുത്തതായി പറയുന്നത് വളരെ നല്ലൊരു ട്രിക്കാണ്. നിങ്ങളുടെ ഫോണിലുള്ള പ്രൈവറ്റ് DNSൽ ഞാൻ ഈ പറയുന്ന അഡ്രസ്സ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനായി നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് എടുക്കുക. ശേഷം നെറ്റ്വർക്ക് ആൻഡ് ഇന്റർനെറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവിടെ പ്രൈവറ്റ് DNS എന്ന് സെർച്ച് ചെയ്തുകൊണ്ടോ പ്രൈവറ്റ് DNS എന്നത് ഓപ്പൺ ചെയ്യുക. ശേഷം പ്രൈവറ്റ് DNS പ്രൊവൈഡർ ഹോസ്റ്റ് നെയിം എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെയായിട്ട് ടൈപ്പ് ചെയ്യാനുള്ള ഒരു സ്ഥലം വരും. അതിൽ നിങ്ങൾ dns.google എന്നോ ടൈപ്പ് ചെയ്തു സേവ് ചെയ്യുക. ഇത് ഇന്റർനെറ്റ് സ്പീഡ് കൂട്ടാനുള്ള വളരെ നല്ലൊരു വഴിയാണ്. അതെല്ലാം ചെയ്തതിന് ശേഷം ഇനി നിങ്ങൾ ഫോണിലെ ഡാറ്റ സേവർ ഓഫ് ചെയ്യുക. ഡാറ്റ ലാഭിക്കാൻ വേണ്ടി ഓൺ ചെയ്തിരിക്കുന്ന ഈ ഒരു ഫീച്ചർ ചിലപ്പോൾ ഇന്റർനെറ്റ് വേഗത കുറയ്ക്കാനുള്ള കാരണമാവാറുണ്ട്. അതുകൊണ്ട് അത് ഓഫ് ചെയ്താൽ നല്ലതായിരിക്കും. ഇനി ഇതെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്ക് മാറ്റം വരുന്നില്ല എങ്കിൽ നെറ്റ്വർക്ക് കണക്ഷൻ കൂടി ഒന്ന് റീസെറ്റ് ചെയ്യുക. അതിനായി ഫോണിലെ സെറ്റിംഗ്സ് എടുക്കുക. പിന്നെ സിസ്റ്റം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം റീസെറ്റ് ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. റീസെറ്റ് വൈഫൈ, മൊബൈൽ ആൻഡ് ബ്ലൂടൂത്ത് എന്നതിൽ ക്ലിക്ക് ചെയ്ത് തുടർന്ന് റീസെറ്റ് സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഫോണിൽ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയതിനു ശേഷം റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞതെല്ലാം ആൻഡ്രോയിഡ് ഫോണുകളിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഐഫോണിൽ ഇന്റർനെറ്റ് വേഗത കൂട്ടാനായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ അതുവരെ നിങ്ങൾ കാത്തിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക.